പ്രൊഫഷണലൈസ് ചെയ്തതാണ്. മാനേജ്മെൻറ്റ് സിഇഒമാരെ സെലക്ട് ചെയ്യുന്നതിൽ ഞങ്ങളൊരു സെലക്ഷൻ ബോർഡ് രൂപീകരിച്ചു. വളരെ സ്വതന്ത്രമായി അപേക്ഷ സ്വീകരിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കും. അതിന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലും ഇതുവരെ നടന്നിട്ടില്ല. സെലക്ഷൻ ബോർഡ് ഇൻഡിപെൻഡൻ്റായി പ്രവർത്തിച്ചു. ഒരു രാഷ്ട്രീയ പരിഗണനയുമില്ലാതെ സിഇഒമാരെ നിശ്ചയിച്ചു. അവർ ഗവൺമെൻറ്റിനോടും പൊതുസമൂഹത്തോടും അക്കൗണ്ടബിളാണ്. ഓരോ കമ്പനിയുടെയും ഉൽപ്പാദനം സംബന്ധിച്ച്, ടേൺ ഓവർ സംബന്ധിച്ച് എല്ലാം ഉണ്ടാക്കുന്ന ഒരു വർഷത്തെ ബഡ്ജറ്റ് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അവരുടെ ചുമതല. അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ജോലി അവസാനിപ്പിച്ച് പോകാം. യാതൊരു കോംപ്രമൈസും. പെർഫോമൻസ് മാത്രമേ അവരെ സഹായിക്കൂ എന്ന മെസ്സേജ് അവർ കൊടുക്കും. പല ആളുകളെയും സെലക്ട് ചെയ്തവരെ പറഞ്ഞു വിട്ടു എടുത്തു. ഈ ഒരു മാതൃക നമ്മുടെ കമ്പനികളിൽ പ്രവർത്തനം മെച്ചപ്പെടാൻ ഇടയാക്കിയിട്ടുണ്ട്. നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. ആവശ്യത്തിന് ടെക്നോക്രാറ്റ്സിനെ നിയമിക്കാൻ പറ്റാത്തത് പബ്ലിക് സെക്ടർ കമ്പനികളിലെ ശമ്പള നിരക്ക് വളരെ മോശമായതുകൊണ്ടാണ്. ഏതോ വർഷങ്ങൾക്ക് മുമ്പുള്ള ശമ്പള സ്കെയിലാണ്. ഞങ്ങളിപ്പോൾ സിഇഒമാരുടെ ശമ്പള നിരക്കിൽ ഒരു മാറ്റം വരുത്തിയാലും പ്രൈവറ്റ് കമ്പനികളിൽ ഇതുപോലുള്ള ആളുകൾക്ക് നൽകുന്ന ശമ്പളത്തിൻ്റെ 1/3 പോലും വരില്ല നമ്മുടെ സിഇഒമാരുടെ ശമ്പളം. അതിൽ കൂടുതൽ കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ദുര്യോഗം. എങ്കിലും ആത്മാർത്ഥമായി ഈ ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഫലമുണ്ടാകുന്നത്. കുറച്ചുകൂടി നല്ല ശമ്പളം കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവരാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ കൊണ്ടുവരണമെന്നാണ് ഗവൺമെൻറ്റിൻ്റെ ആഗ്രഹം. 4ാമത്തേത് കൃത്യമായ മോണിറ്ററിംഗ് ആണ്. റിയാബ് വളരെ ഫലപ്രദമായി പബ്ലിക് സെക്ടർ കമ്പനിയുടെ പ്രവർത്തനത്തെ വിലയിരുത്തുന്നു. ഓരോ മാസത്തെയും പ്രവർത്തനം വിലയിരുത്തുന്ന ഒരു രീതി കഴിഞ്ഞ 4 വർഷമായി തുടർച്ചയായി ഞങ്ങൾ നടപ്പാക്കുകയാണ്. അതിനൊരു പെർഫോമൻസ്, ഓരോ മാസത്തെയും ടാർഗറ്റ്, അച്ചീവ്മെൻറ്റ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പവർ കൺസംഷൻ കമ്പയർഡ് ടു പ്രീവിയസ് ഇയർ. ഓരോ പെർഫോം എല്ലാ മാസവും അവർ സബ്മിറ്റ് ചെയ്യുന്നു, അത് ഇവാലുവേറ്റ് ചെയ്യുന്നു. മാത്രമല്ല സമാന സ്വഭാവമുള്ള കമ്പനികളുമായി താരതമ്യപ്പെടുത്തി ബെഞ്ച് മാർക്ക് സ്റ്റഡി നടത്തുന്നു, നാഷണൽ സ്റ്റഡി നടത്തുന്നു, ഇൻ്റർനാഷണലായിട്ട് ആ കമ്പനിയുടെ നിലവാരം എന്താണെന്ന് സ്റ്റഡി ചെയ്ത് എന്താണ് പോരായ്മ എന്ന് ഓരോ കമ്പനിയും ബോധ്യപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് സിമെൻറ്റ് ഇൻഡസ്ട്രി. നമുക്കൊരു സിമെൻറ്റ് കമ്പനി, 1 ടൺ സിമെൻറ്റ് ഉൽപ്പാദനത്തിന് എന്താണ് ശങ്കർ സിമെൻറ്റിൻ്റെ ചിലവ്, ഇന്ത്യ സിമെൻറ്റിൻ്റെ ചിലവെന്താണ്, നമ്മുടെ ചിലവെന്താണ്, 1 ടൺ പെർ എംപ്ലോയി എത്രയാണ്, ഇവിടെ എത്രയാണ്, ഇന്ത്യ സിമെൻറ്റ്സിൽ എത്രയാണ്, അല്ലെങ്കിൽ അംബുജ സിമെൻറ്റ്സിൽ എത്രയാണ്. ഈ വിധത്തിലുള്ള ബെഞ്ച് മാർക്ക് സ്റ്റഡി നടത്തി എന്താണ് നമ്മുടെ പോരായ്മ. അപ്പോൾ ഒരു കാര്യം ഗവൺമെൻറ് അവരോട് പറയുന്നുണ്ട്, ശമ്പളത്തിനും ആനുകൂല്യത്തിനും ഇവിടെ ശേഷം കൂടുതലായിരിക്കും, അതുകൊണ്ട് ബേജാറാവില്ല. അതിപ്പോൾ ഗുജറാത്തിനെ പോലെ നമുക്ക് ശമ്പളം കുറച്ചിട്ട് നിങ്ങൾ മെച്ചപ്പെടണ്ട. എന്നാൽ പവർ കൺസംഷൻ നമുക്ക് 2 പേർക്ക് ഒരുപോലെ ആവാം. പ്രോഡക്ടിവിറ്റി നമുക്ക് ആരെയും കവച്ചു വെക്കുക, കാരണം നമ്മുടെ ലേബർ സ്കിൽ അത്രയും മെച്ചപ്പെട്ടതാണ്. ഈ വിധത്തിലുള്ള താരതമ്യ പഠനത്തിലൂടെ ഓരോ കമ്പനികളുടെയും നിലവാരം ഉയർത്തിക്കൊണ്ടുവരാൻ മോണിറ്റർ ചെയ്യാനും കഴിയുന്നു എന്നതാണ്. മറ്റൊന്ന്, ഈ എല്ലാ മോണിറ്ററിംഗ് യോഗത്തിലും മാസത്തിലൊരിക്കൽ ചേർന്ന റിവ്യൂ മീറ്റിങ്ങിലും വ്യവസായ വകുപ്പ് മന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥന്മാരും പങ്കെടുക്കുന്നുണ്ട്. ഇതുവരെയുള്ള 4 വർഷത്തിനുള്ളിൽ 2ഓ 3ഓ മീറ്റിങ്ങിൽ മാത്രമേ എനിക്ക് പങ്കെടുക്കാൻ കഴിയാതിരുന്നിട്ടുള്ളൂ. ഈ മോണിറ്ററിംഗ് വലിയ ഫലം ഉണ്ടാക്കി. 5ാമത്തേത്, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ടുള്ള ടൈപ്പ്. കേരളത്തിലുണ്ടായിരുന്ന ഒരു ധാരണ, സംസ്ഥാന പൊതുമേഖലയിലെ കമ്പനികൾ നഷ്ടത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്താൽ ഒന്നുകിൽ അടച്ചുപൂട്ടുക, അല്ലെങ്കിൽ ഗവൺമെൻറ് കുറേ വർക്കിംഗ് ക്യാപിറ്റൽ കൊടുത്ത് ശമ്പളം കൊടുക്കുക, അല്ലെങ്കിൽ സ്വകാര്യവൽക്കരിക്കുക. ഇതല്ലാതെ വേറൊരു പോംവഴിയുമില്ല എന്നാണ് ധരിച്ചത്. ഞങ്ങൾ പുതിയ പോംവഴി കണ്ടെത്തി. സമാന സ്വഭാവമുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുക. സ്വകാര്യ കമ്പനികളുമായി സംയുക്ത സംരംഭമല്ല, സെൻട്രൽ PSU. അങ്ങനെയാണ് NTPCയുമായി ടെൽക്ക് ജോയിൻറ്റ് വെഞ്ചർ ഉണ്ടാക്കിയത്. കെൽടെക് ബ്രഹ്മോസുമായി കരാറുണ്ടാക്കി അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. സ്റ്റീൽ കോംപ്ലക്സ് സെയിൽ സംയുക്ത സംരംഭം ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അതിപ്പോൾ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ CEO, അവരുടെ ടെക്നോക്രാറ്റ് നമ്മുടെ CEO ആയി വന്നു. 5 കോടി രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ തന്നു. ഇപ്പോൾ പുതിയ തീരുമാനങ്ങളിലേക്ക് വന്നു. ഇപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ തീരുമാനമനുസരിച്ച് നമ്മുടെ ബില്ലറ്റ് അവരുടെ കോയമ്പത്തൂർ റീറോൾ ചെയ്യാൻ തീരുമാനിക്കുന്നു. അവരുടെ സ്ക്രാപ്പ് പർച്ചേസിൽ നമ്മുടെ ആവശ്യം കൂടി ഉൾപ്പെടുത്താൻ അവർ തീരുമാനിക്കുന്നു. വീണ്ടും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ അസിസ്റ്റൻസ് തരാൻ അവർ തീരുമാനിച്ചു. ഇന്നലെ മിനിയാന്ന് ഡൽഹിയിൽ പോയി ഉണ്ടായ ചർച്ചയിലുണ്ടായ തീരുമാനമാണ്. സ്റ്റീൽ കോംപ്ലക്സിൻ്റെ മുഴുവൻ കടവും ഗവൺമെൻറ് എഴുതി തള്ളി.
അതിനെ ക്ലീൻ സ്റ്റേറ്റിലാക്കി ആ സ്റ്റേറ്റ്മെൻറ്റ് BFR സബ്മിറ്റ് ചെയ്താൽ BFR കമ്പനി പുറത്തു വരും. ഉടനെ നമ്മുടെ ഷെയർ സെയിലിന് ട്രാൻസ്ഫർ ചെയ്ത് JV എഗ്രിമെൻറ്റിലേക്ക് പോകാൻ പറ്റും. അങ്ങനെയുള്ള കരാറുകൾ BHEL-ഉം KEL-ഉം തമ്മിൽ, കാസർഗോഡ് KEL യൂണിറ്റ് തമ്മിൽ കരാർ ഉണ്ടാക്കാനുള്ള നടപടികൾ ഏതാണ്ട് പൂർണ്ണമായി വരുന്നു. റെയിൽവേയും ഓട്ടോകാസ്റ്റ് തമ്മിലുള്ള കരാറും ഇപ്പോൾ ക്യാബിനറ്റിൻ്റെ പരിഗണനയിലേക്ക് പോകാൻ മന്ത്രിയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ മന്ത്രി അതും പൂർണ്ണതയിൽ വരും. ഈ ഒരു സംരംഭം വലിയ മെച്ചം നമുക്ക് നമ്മുടെ പൊതുമേഖലയ്ക്ക് കൈവരിക്കാൻ സാധിച്ചു. ഇല്ലെങ്കിൽ ഇതെല്ലാം പലതും ഓട്ടോകാസ്റ്റ് എന്ന് പറഞ്ഞാൽ അടച്ചു പൂട്ടാൻ ഗവൺമെൻറ് ഉത്തരവിട്ടിരുന്ന കമ്പനിയാണ് മുമ്പ്. അതാണ് ഇന്നത്തെ നിലയിലേക്ക് വന്നത്. അപ്പോൾ സെൻട്രൽ PSU ടൈപ്പ് ചെലവിൽ എന്ന് വെച്ചാൽ അവരുടെ എണ്ണം കുറച്ചും ശമ്പളം വെട്ടിക്കുറച്ചുമല്ല ഈ നേട്ടം ഉണ്ടാക്കിയത്. പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1 ഇഞ്ച് ഭൂമി വിൽപ്പന നടത്തിയിട്ടില്ല. പൊതുമേഖലയുടെ ഒരു ഷെയർ ഞങ്ങൾ മാർക്കറ്റിൽ വിൽപ്പന നടത്താതെ ഓരോ പ്രശ്നവും ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്ത് ബോധ്യപ്പെടുത്തിയാണ് എടുത്തത്. 2 തവണ സംസ്ഥാന തലത്തിലുള്ള ട്രേഡ് യൂണിയൻ നേതാക്കളും ഗവൺമെൻറ്റും പബ്ലിക് സെക്ടറിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ട്. അവരുടെ എല്ലാ അഭിപ്രായം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ പൂർണ്ണതോതിൽ നടപ്പാക്കാൻ സാധിച്ചില്ലെങ്കിലും ശ്രമിക്കുന്നുണ്ട്. തൊഴിലാളി യൂണിയനുകൾ നല്ല സഹകരണമാണ് നൽകിയത്. പ്രോഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന്, അതുപോലെ മൾട്ടി ക്രാഫ്റ്റ് സിസ്റ്റം കമ്പനികളിൽ കൊണ്ടുവരുന്നതിന് തൊഴിലാളി സംഘടനകൾ സഹകരിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുകയും ഒരു പോസ്റ്റിൽ ഒരാളെ നിയമിച്ചാൽ അവിടെ പണിയില്ലെങ്കിലും അവിടുന്ന് അപ്പുറത്തേക്ക് മാറില്ല എന്നൊക്കെയുള്ള ചില പിടിവാശിയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പോൾ ട്രേഡ് യൂണിയനുകൾ വർക്കേഴ്സ് അതൊക്കെ ഉപേക്ഷിച്ചു. വ്യവസായം നിലനിൽക്കാൻ ഇതുപോലുള്ള ചില വിട്ടുവീഴ്ചകളും ഫ്ലെക്സിബിലിറ്റിയും ആവശ്യമാണെന്ന് അവർ മനസ്സിലാക്കി. ആ നിലയിലുള്ള സഹകരണം അത് നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ ഇടയാക്കിയ മറ്റൊരു പ്രധാന ഘടകമാണ്. ഇതെല്ലാം ചേർന്നതാണ് പബ്ലിക് സെക്ടറിലെ വിജയം. ഇപ്പോൾ പബ്ലിക് സെക്ടറിൽ കമ്പനികൾ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ. സ്വന്തമായി ഫണ്ടുള്ള എല്ലാ കമ്പനികളും അവരുടെ ഫണ്ട് വിനിയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുത്തു. KMML 140 കോടി രൂപയാണ് അവരുടെ എക്സ്പാൻഷന് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മലബാർ സിമൻസ് 40 കോടി രൂപയുടെ എക്സ്പാൻഷന് ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ട്. SIFL 12 കോടിയുടെ പുതിയ എക്സ്പാൻഷൻ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചെയ്യുന്നുണ്ട്. സ്വന്തമായി ഫണ്ടില്ലാത്തവർക്ക് ഗവൺമെൻറ് സാമ്പത്തിക സഹായം ചെയ്യുന്നുണ്ട്. ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കാൻ കഴിവുള്ള കമ്പനികൾക്ക് വായ്പ എടുക്കാൻ അനുമതി കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് ഗ്യാരണ്ടി നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ 23 കോടി രൂപ SPTയിൽ നിന്ന് വായ്പ എടുത്താണ് തിരുവണ്ണൂർ കോട്ടൺ മിൽ ഉൾപ്പെടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. ഈ വിധത്തിലുള്ള നവീകരണത്തിന് ഗവൺമെൻറ് അനുമതി കൊടുത്തിട്ടുണ്ട്. കോപ്പറേറ്റീവ് സെക്ടറിലുള്ള ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് NABARD ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുന്നുണ്ട്. ഗവൺമെൻറ് ഗ്യാരണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ മില്ല് നടച്ചിട്ടില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകുന്ന ഫണ്ടിൽ നിന്ന് കിഴിച്ചെടുക്കാൻ സർക്കാരിൻ്റെ ഫണ്ട് തന്നെയാണ് ആ നിലയിൽ ചെയ്യുന്നത്. മറ്റൊന്ന്, നല്ല ലാഭം ഉണ്ടാക്കിയതിന് ശേഷം റിസർവ് ഫണ്ടായി ബാങ്കുകളിൽ മറ്റും ഡെപ്പോസിറ്റ് ചെയ്ത കുറേ പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട്. അത്തരം കമ്പനികൾ സ്വന്തമായ വികസന പദ്ധതികൾക്ക് ഉപയോഗിക്കുന്ന പണം കഴിച്ച് മിച്ചമുണ്ടെങ്കിൽ ആ പണം എക്സ്പാൻഷൻ നടത്തുന്ന കമ്പനികളിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ, അവർക്ക് ലോൺ കൊടുക്കാനോ ഇക്വിറ്റി വാങ്ങാനോ ഗവൺമെൻറ് അനുമതി കൊടുക്കുന്നുണ്ട്. ആ വിധത്തിൽ 100 കോടി രൂപ ഈ വർഷം KMML, മലബാർ സിമൻസ് എന്നീ കമ്പനികളിൽ നിന്ന് മറ്റ് കമ്പനികളിൽ നിക്ഷേപം നടത്താൻ മന്ത്രിസഭാ യോഗം അനുമതി നൽകിയിട്ടുണ്ട്. ഉത്തരവിലൂടെ അനുമതി നൽകിയിട്ടുണ്ട്. ഇത് കേരളത്തിലാദ്യമാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിനുള്ളിൽ ആദ്യമായി നമ്മുടെ പൊതുമേഖലയിൽ 370 കോടി രൂപയുടെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയാണ് ഈ വർഷം, ഈ ഒറ്റ വർഷം. കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇങ്ങനെ ഒരു വെൽത്ത് ക്രിയേഷൻ പബ്ലിക് സെക്ടറിൽ നടന്നിട്ടില്ല. പണം കൊടുത്തത് റിട്രഞ്ച്മെൻറ്റ് കോമ്പൻസേഷൻ കൊടുക്കാനും വർക്കിംഗ് ക്യാപിറ്റൽ കൊടുക്കാനും ബാങ്കിൻ്റെ കടം തീർക്കാനും. ഇത് ആക്ച്വൽ വെൽത്ത് ക്രിയേഷൻ. ഒരു ഉദാഹരണം പറയാം. തിരുവണ്ണൂർ കോട്ടണിൽ 2000 റിപ്പയറിന് വേറെ തുക, ഇത്രയും ചെലവഴിച്ചു. ഇനി ആർക്കെങ്കിലും കൂട്ടണമെന്ന് തോന്നിയാലും കൂടാത്ത സ്റ്റീൽ കോംപ്ലക്സിൽ റീറോഡ് യൂണിറ്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ അതിവേഗം കൈക്കൊള്ളാൻ ഇന്നലെ ഡൽഹിയിൽ ചേർന്ന മീറ്റിംഗിൽ തീരുമാനമായിട്ടുണ്ട്. റാഞ്ചി യൂണിറ്റാണ് അതിൻ്റെ പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിവേഗം യൂണിറ്റ് കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽ കോർപ്പറേഷൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടെക്സ്റ്റൈൽ യൂണിറ്റ്, കാസർഗോഡ് ഉദുമയിൽ ഒരു ഓപ്പണൻസ് പിന്നിടുന്ന സ്വകാര്യ കമ്പനി ഗവൺമെൻറ് ഏറ്റെടുത്തു. ഈ വർഷം ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്തു. അതും കഴിഞ്ഞ കുറേ കൊല്ലത്തിനുള്ളിൽ ആദ്യമാണ് ഒരു കമ്പനി ടേക്ക് ഓവർ ചെയ്തത്. ഒരു ഓർഡിനൻസിലൂടെ ഞങ്ങൾ ഏറ്റെടുത്തു. നിയമസഭയിൽ പിന്നീട് നിയമമാക്കി. കോമളപുരം സ്പിന്നിങ്
നമ്മൾ ബെർലിയുടേതായിരുന്നു കമ്പനി. അപ്പോൾ ഇവിടെ എന്തെങ്കിലും തൊഴിൽ പ്രശ്നം വന്നാൽ ഞങ്ങൾ അവിടെയും പോകും സന്ദർശിച്ചു. ബിർള പിന്നീട് അത് ഷെയർ വേറെ ഒരു കൂട്ടർക്ക് കൈമാറി. ആ കമ്പനി ഞങ്ങൾ ടേക്ക് ഓവർ ചെയ്തു. 36 കോടി രൂപ മുടക്കി അതിനെ ഒരു ഹൈറ്റ്. കുഴൽ മന്ദത്ത് ഒരു ഇലക്ട്രിസിറ്റി മീറ്റർ ഫെയർ മീറ്റർ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് 5 കോടി രൂപ മുതൽ മുടക്കി. കൂടിയാണ് ഞാൻ 377 രൂപ പറഞ്ഞത്. എല്ലാ വേക്കൻസികളും നികത്തി പുതിയ റിക്രൂട്ട്മെന്റ് എല്ലാ കമ്പനികളിലും നടന്നു. അടച്ചു പൂട്ടിക്കിടന്നിരുന്ന കേരള സോപ്പ്, തിരുവണ്ണൂർ കോട്ടൺ മിൽ, ട്രിവാൻഡ്രം സ്പിന്നിംഗ് മിൽ, KSDP എന്നിവയാണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം പുനരുജ്ജീവിപ്പിച്ച് പ്രവർത്തനം ആരംഭിച്ചത്. ഇതെല്ലാം കൂടി വരുമ്പോൾ കേരളത്തിൽ പൊതുമേഖലാ വ്യവസായ രംഗത്ത് ഇതുവരെ ഇല്ലാത്ത വിധത്തിലുള്ള ഒരു സജീവത കൈവരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പിയാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്, കൊച്ചിൻ റിഫൈനറിയും എല്ലാം ഉൾക്കൊള്ളുന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഒരു വലിയ നിര. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെറുതാണെങ്കിലും ഇതാണ് കേരളത്തിൻ്റെ ബാക്ക് ബോൺ. ആ കൂട്ടത്തിൽ 111 സംസ്ഥാന പൊതുമേഖലാ കമ്പനികൾ ഉണ്ടായിരുന്നു. അതിൽ 28 എണ്ണം അടച്ചുപൂട്ടിപ്പോയി. ബാക്കിയുള്ളവയും ചേരുന്നതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേട്ടം. 7 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കേരളത്തിൽ സാന്നിധ്യം കൊണ്ടുവന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 35 വർഷം മുമ്പ് വെള്ളൂർ ന്യൂസ് പ്രിന്റ് ഫാക്ടറി, ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് വന്നതിന് ശേഷം ഒരു NTPC അങ്കമാലി ടെൽക്കുമായി ചേർന്ന്, ബ്രഹ്മോസ് തിരുവനന്തപുരത്ത്, സെയിൽ കോഴിക്കോട്, BHEL കാസർഗോഡ് കെല്ലി യൂണിറ്റുമായി, ഇന്ത്യൻ റെയിൽവേ ഓട്ടോകാസ്റ്റ് 5. ഇതുകൂടാതെ നേരിട്ട് പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നത് ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് BML നവരത്ന കമ്പനിയാണ് കഞ്ചിക്കോട്. 270 കോടി രൂപ മുതൽ മുടക്കുന്നവരുടെ ആദ്യത്തെ ഫേസ് ഈ 16 ഉദ്ഘാടനം ചെയ്യാം. 2008 മെയ് മാസത്തിൽ തറക്കല്ലിടുകയും 2010 മെയ് 16 ഉദ്ഘാടനം ചെയ്യുന്നു. മെട്രോ കോച്ചസ്, ഹെവി വെഹിക്കിൾസ് എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയാണ് BML. കേരളത്തിലെ കൺസ്ട്രക്ഷൻ എറക്ഷൻ രംഗത്ത് ഒരു റെക്കോർഡാണ് BMLന്റെ പൂർത്തീകരണം. ഇത്രയും ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഒരു ഫാക്ടറി എറക്റ്റ് ചെയ്ത് ഉൽപ്പന്നം പുറത്തിറക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് നമ്മുടെ സ്റ്റേറ്റ് എത്തി എന്നതിൻ്റെ പ്രഖ്യാപനമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് അത് ഈ 4 കമ്പനികൾ കേന്ദ്ര പ്രതിരോധ വകുപ്പിന്റെ കീഴിലുള്ളതാണ്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി ശ്രീ A.K. ആന്റണി ഈ കമ്പനികൾ കേരളത്തിലേക്ക് അനുവദിക്കുന്നതിൽ പ്രത്യേക വ്യവസായവൽക്കരണത്തിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവന വളരെ വലുതാണ്. മാത്രമല്ല ഈ പദ്ധതികൾ കേരളത്തിലേക്ക് അനുവദിക്കുന്നത്